+1 അക്കൗണ്ടൻസിയിലെ റിവിഷൻ്റെ ഭാഗമായിട്ടുള്ള മൂന്നാമത്തെ ക്ലാസ്സാണിത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെയും ബാലൻസ് ഷീറ്റിൻ്റെ ഒക്കെ ഫോർമാറ്റ് എന്താണെന്ന് കണ്ടു. അതിനുശേഷം അതിൽ വരുന്ന ഐറ്റംസ് എന്താണെന്നുള്ളതും നമ്മൾ കണ്ടതാണ്. ഇനി അത് വെച്ച് നമ്മളൊരു പ്രോബ്ലം ചെയ്യാണ്. അതായത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കുന്ന ഒരു പ്രോബ്ലം. നമുക്കറിയാം, നമുക്ക് ഒരു ട്രയൽ ബാലൻസ് ആണ് ചോദ്യത്തിൽ തരിക. അപ്പോൾ അങ്ങനെ ഒരു ട്രയൽ ബാലൻസ് ഞാൻ ഇവിടെ കാണിക്കാം. ദ ഫോളോവിങ് ഈസ് ദ ട്രയൽ ബാലൻസ് ഓഫ് കുമാർ മോഹൻ ആസ് ഓൺ 31st December 2018. അപ്പോൾ കുമാർ മോഹൻ എന്ന ഫേമിൻ്റെ ഒരു ട്രയൽ ബാലൻസ് ആണ് തന്നിരിക്കുന്നത്. നമ്മൾ ട്രയൽ ബാലൻസ് ജസ്റ്റ് നോക്കുമ്പോൾ ഇവിടെ പ്ലാന്റ് ആൻഡ് മെഷീനറി കാണാൻ പറ്റും. പ്ലാന്റ് ആൻഡ് മെഷീനറി 45,000, ഫ്രീ ഹോൾഡ് പ്രിമൈസസ് 55,000, സ്റ്റോക്ക് 1st January 2018 36,500. അത് ഓപ്പണിംഗ് സ്റ്റോക്കാണ്. ഓക്കെ. സാലറീസ് 7,600, പർച്ചേസസ് 65,000, സെയിൽസ് 1,21,000, ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ് 6,000, കേരേജ് ഇൻവാർഡ് 1,675, carriage outward 1,350, sales return 2,400, purchase return 1,365, discount received 635, discount allowed 430, wages 16,100, sundry debtors 41,000, sundry creditors 28,800, Kumar Mohan's capital 1,10,000, and rent, rate and taxes 1,430, advertisement 2,400, cash in hand 450, cash at bank 2,500, drawings 3,000, and loan from Rajesh 26,000. Total 2,87,800. പിന്നെ ലാസ്റ്റ് ക്ലോസിംഗ് സ്റ്റോക്ക് കൊടുത്തിട്ടുണ്ട്, അത് 30,000 ആണ്. ഇത്രയും ഡീറ്റെയിൽസാണ് നമ്മുടെ ട്രയൽ ബാലൻസ് തന്നിരിക്കുന്നത്. ഓക്കെ. ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് പറഞ്ഞിരുന്നു, നമുക്ക് ഓരോ ഐറ്റവും എന്താണെന്ന് അറിയണം, അല്ലേ? അതായത് ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ എന്തൊക്കെ എഴുതുക? ഓപ്പണിംഗ് സ്റ്റോക്കിന് പർച്ചേസ് ചെയ്തും ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ് ചെയ്തും അതിനുശേഷം നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസുകൾ എഴുതും, അല്ലേ? അപ്പോൾ നമുക്ക് എന്തറിയണം? ട്രയൽ ബാലൻസ് വന്നു കഴിഞ്ഞാൽ അതിൽ ഏതൊക്കെയാണ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റണം. അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് എഴുതുക. അപ്പോൾ നമുക്ക് ട്രയൽ ബാലൻസിലെ ഐറ്റംസിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഏതൊക്കെയെന്ന് തിരിച്ചറിയാനും പറ്റണം. അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ഇൻകംസും. ദെൻ ബാലൻസ് ഷീറ്റിലായിട്ടായിട്ടുള്ള ഫിക്സഡ് അസറ്റ്, കറണ്ട് അസറ്റ്, ലയബിലിറ്റി സൈഡിലാണെങ്കിൽ എന്താ കറണ്ട് ലയബിലിറ്റി ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം? ഏതാണെന്ന് അറിയാൻ പറ്റണം. അങ്ങനെ ഓരോ ഐറ്റംസും ഏതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ സ്ഥാനത്ത് കൊണ്ട് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലം തീർന്നു, അല്ലേ? അപ്പോൾ അത് അറിയാമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട കാര്യം അല്ലെങ്കിൽ പഠിക്കേണ്ട കാര്യം. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം. ജസ്റ്റ് ഈ പ്രോബ്ലം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം എന്ത് വരയ്ക്കാം? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും വരച്ച് വയ്ക്കാം. ഞാനിവിടെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഒരു ഫോർമാറ്റ് വരച്ചിട്ടുണ്ട്, അതുപോലെ ബാലൻസ് ഷീറ്റും വരച്ചിട്ടുണ്ട്, കാണാവുന്നതാണ്. ഓക്കെ. ആദ്യം ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ആദ്യം കുമാർ മോഹൻ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31st December 2018, പർട്ടിക്കുലർ എമൗണ്ട്. ഓക്കെ. ഇവിടെ ബാലൻസ് ഷീറ്റിലും ഈ പറഞ്ഞ പോലെ ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st December 2018, ലയബിലിറ്റി അസറ്റ്. ഓക്കെ. ലയബിലിറ്റി എമൗണ്ട്, അസറ്റ് എമൗണ്ട്. ഓക്കെ. ഇനി ഞാനിവിടെ നമുക്ക് വേണമെങ്കിൽ ഓരോന്നായിട്ട് ചെയ്യാം. അതായത് ട്രേഡിങ്ങിൻ്റെ പോർഷൻ ആദ്യം ചെയ്യാം, അല്ലേ? അതിന് ശേഷം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഭാഗം ചെയ്യാം. ദെൻ ബാലൻസ് ഷീറ്റ് ഐറ്റംസ് എടുത്തും അത് എഴുതാം. ഓക്കെ. പക്ഷെ ഞാനിവിടെ ട്രയൽ ബാലൻസിൽ തന്നിരിക്കുന്ന ഐറ്റംസ് അതേ ഓർഡറിൽ എടുത്തിട്ടാണ് പോകുന്നത്. ഓക്കെ. അപ്പം ഞാൻ ആദ്യം ഇവിടെ തന്നിരിക്കുന്നത് എന്താ? പ്ലാന്റ് ആൻഡ് മെഷീനറി 45,000. ഈ പ്ലാന്റ് ആൻഡ് മെഷീനറി എന്താ? ഫിക്സഡ് അസറ്റാണ്, അല്ലേ? അപ്പോൾ ഇത് എവിടെ എഴുതേണ്ട ഐറ്റാ? ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിൽ ഫിക്സഡ് അസറ്റിൻ്റെ അണ്ടറിൽ എഴുതേണ്ട ഐറ്റാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? അത് എവിടെ നിന്ന് എടുക്കുന്നു? നേരെ അത് എഴുതേണ്ട സ്ഥലത്ത് എഴുതുന്നു. ഇവിടെ നമുക്ക് എഴുതാം. ആദ്യം അസറ്റ് സൈഡിൽ നമുക്ക് എന്ത് ചെയ്യാം?
ഫിക്സഡ് അസറ്റ്, ഫിക്സഡ് അസറ്റിൻ്റെ അണ്ടറിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് എഴുതാം. എത്ര? 45,000. അതവിടെ എഴുതി. നമ്മൾ ആ ഐറ്റം എടുത്തു കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല അല്ലേ. രണ്ടാമത്തെ എന്താ? ഫ്രീ ഹോൾഡ് പ്രമൈസസ്. അതും ഈ പറഞ്ഞ പോലെ ഫിക്സഡ് അസറ്റാണ് അല്ലേ. ഓക്കെ, നമുക്കിവിടെ എഴുതാം. എവിടെ? ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ ഫ്രീ ഹോൾഡ് പ്രമൈസസ് എഴുതാം. എത്ര? 55,000 ആണ്. കണ്ടോ? 55,000 എഴുതി. ഓക്കെ, അപ്പോൾ ആ ഐറ്റം എടുത്തു. അടുത്തെന്താ? സ്റ്റോക്ക് 1 ജനുവരി 2018 അല്ലേ, 2018 1 ജനുവരി എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓക്കെ, ഓപ്പണിംഗ് സ്റ്റോക്ക് എവിടെ എഴുതേണ്ട ഐറ്റാ? എന്താ? ട്രേഡിംഗ് അക്കൗണ്ട് ഫസ്റ്റ് ഡെബിറ്റ് സൈഡിൽ ഫസ്റ്റ് എഴുതേണ്ട ഐറ്റാണ് എന്ത്? ഓപ്പണിംഗ് സ്റ്റോക്ക്. അപ്പം കൂടെ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് എഴുതാം. ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ്? 36,500 ആണ് ഓപ്പണിംഗ് സ്റ്റോക്ക്. അപ്പോൾ അതാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്. അതെടുത്ത് കഴിഞ്ഞു. ഇനി അടുത്ത സാലറിയാണ്. സാലറി പറഞ്ഞാൽ എന്താ? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് സാലറി. സാലറി ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റമാണ്. ഓക്കെ, അപ്പോൾ അത് എവിടെ എഴുതും? ഈ ഒരു ഏരിയയിലാണ് ട്രേഡിങ്ങിൻ്റെ പോർഷൻ വരുന്നത്. നമുക്കിവിടെ ജസ്റ്റ് എഴുതാം അല്ലേ. സാലറി എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് എത്രയാണ്? സാലറിയുടെ എമൗണ്ട് 7,600 ആണ്. 7,600 രൂപ നമുക്കിവിടെ സാലറി ആയിട്ട് കാണിക്കാം. ഓക്കെ, അടുത്തത് പർച്ചേസ് ആണ്. ഓക്കെ, പർച്ചേസ് എവിടെ വരിക? ഓപ്പണിംഗ് സ്റ്റോക്കിന് താഴെ ഇവിടെയാണ് പർച്ചേസ് വരിക. പർച്ചേസ് വരും. പർച്ചേസ് ചെയ്തുമ്പോൾ നമ്മൾ അപ്പം എന്താ ആലോചിക്കണം? പർച്ചേസ് റിട്ടേൺ ഉണ്ടോ എന്ന് ആലോചിക്കണം. പർച്ചേസ് റിട്ടേൺ ഉണ്ടോ? ഉണ്ട് അല്ലേ. പർച്ചേസ് റിട്ടേൺ ഉണ്ട് ഇവിടെ. ഇത് എത്രയാണ്? 1,365 അപ്പോൾ പർച്ചേസ് റിട്ടേൺ കുറയ്ക്കണം. പർച്ചേസ് എത്രയായിരുന്നു? 65,000 ആയിരുന്നു. 65,000 ലെസ് റിട്ടേൺ അല്ലേ. എത്രയാണ്? 1,365 കുറയ്ക്കാം. അപ്പോൾ എത്ര വരും? 1,365 കുറയ്ക്കുമ്പോൾ 63,635 വരും. 63,635 ആണ്. അത് 65,000 1,365 കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. അടുത്ത സെയിലാണ്. സെയിൽ എവിടെ വരും? സെയിൽ ഇവിടെ വരുന്ന ഐറ്റം. എവിടെ വരുന്ന ഐറ്റാ? ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റാണ് സെയിൽസ് എത്രയാണ്? സെയിൽസിൻ്റെ എമൗണ്ട് 1,21,000. 1,21,000 ആണ് സെയിൽസിൻ്റെ എമൗണ്ട്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? റിട്ടേൺ കുറയ്ക്കണം അല്ലേ. സെയിൽസ് റിട്ടേൺ നോക്കണം. സെയിൽസ് ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ നോക്കണം സെയിൽസ് റിട്ടേൺ നോക്കണം. പർച്ചേസ് ഉള്ളപ്പോൾ നമ്മൾ പർച്ചേസ് റിട്ടേൺ നോക്കണം പോലെ തന്നെ സെയിൽസ് ഉള്ളപ്പോൾ എന്ത് ചെയ്യണം? സെയിൽസ് റിട്ടേൺ നോക്കണം. സെയിൽസ് റിട്ടേൺ ഉണ്ടോ? ക്വസ്റ്റ്യനിൽ സെയിൽസ് റിട്ടേൺ ഉണ്ട്. സെയിൽസ് റിട്ടേൺ എത്രയാണ്? 2,400 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ലെസ് സെയിൽസ് റിട്ടേൺ 2,400. അപ്പോൾ എത്ര വരും? 1,21,000 2,400 കുറയ്ക്കുമ്പോൾ എന്ത് വരും? 1,18,600 ആണ് വരിക. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ സെയിൽസ് റിട്ടേൺ എടുത്തു, പർച്ചേസ് റിട്ടേൺ എടുത്തു, സെയിലും പർച്ചേസും എടുത്തു. ഇനി ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സ് എന്താണ്? എവിടെ ഒരു ഐറ്റം? അതെ, ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിൽ ഫിക്സഡ് അസറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഐറ്റമാണ് എന്ത്? ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സ്. അപ്പോൾ നമുക്കിവിടെ എഴുതാം. ഫിക്സഡ് അസറ്റിൻ്റെ താഴെ എഴുതാം ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സ്. എത്രയാണ്? 6,000 രൂപ. ഓക്കെ, ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സ് 6,000 രൂപയാണ് വരിക. ഓക്കെ, അപ്പോൾ അതെടുത്തു. ഇനി അടുത്ത ഐറ്റം കാരേജ് ഇൻവാർഡാണ്. കാരേജ് ഇൻവാർഡ് എന്താ? ഞാൻ രണ്ടാമത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാരേജ് ഇൻവാർഡും കാരേജ് ഔട്ട്വാർഡും ഉണ്ട് അല്ലേ. കാരേജ് ഇൻവാർഡ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എക്സ്പെൻസും ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതേണ്ടതാണ്. കാരേജ് ഔട്ട്വാർഡ് പറഞ്ഞാൽ എന്താ? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഓക്കെ, അതെവിടെ എഴുതേണ്ടതാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതേണ്ടതാണ്. ഓക്കെ, ഇതിൽ രണ്ടിനും സാമ്യമുള്ളത് എന്താ? കാരേജ് എന്നുള്ള വാക്ക് മാത്രമാണ് സാമ്യം, പക്ഷേ രണ്ടും ഡിഫറെൻറ്റ് ഐറ്റംസ് ആണ്. അപ്പോൾ കാരേജ് ഇൻവാർഡ് നമുക്ക് ഇവിടെ എഴുതാം. ഡയറക്റ്റ് എക്സ്പെൻസ് അല്ലേ. പർച്ചേസിന് താഴെ നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസിന് എഴുതാം. കാരേജ് ഇൻവാർഡ് എമൗണ്ട് എത്രയാണ്? കാരേജ് ഇൻവാർഡിൻ്റെ എമൗണ്ട്
1675 1675 അവിടെ നേരിട്ട് നമുക്ക് എഴുതാം. ഇപ്പോൾ കേരേജ് ഇൻവാർഡും എടുത്തു കഴിഞ്ഞു. അടുത്ത കേരേജ് ഔട്ട്വാർഡാണ്. നേരത്തെ പറഞ്ഞുള്ളൂ കേരേജ് ഔട്ട്വാർഡ് എന്താ, ഇൻഡയറക്റ്റ് എക്സ്പെൻസാണ്. ഇവിടെ അല്ലേ വരിക? അതെ, ഇവിടെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ഈ ഭാഗത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഭാഗത്താണ് വരിക. കേരേജ് ഔട്ട്വാർഡ് എന്താ 1315 കേരേജ് ഔട്ട്വാർഡ് വരിക. ഓക്കെ, ശരി. അപ്പോൾ ആ ഐറ്റം എടുത്തു കഴിഞ്ഞു. അടുത്ത ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ്. ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്താ, നമുക്ക് കിട്ടിയതാണ്. ഓക്കെ, 635 ഇങ്കാണല്ലോ, ഇൻഡയറക്റ്റ് ഇൻകം എവിടെ എഴുതണം? ഇതാ ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം അല്ലേ. ഡിസ്കൗണ്ട് റിസീവ്ഡ് എമൗണ്ട് എത്ര? ഡിസ്കൗണ്ട് റിസീവ്ഡിൻ്റെ എമൗണ്ട് 635 ഡിസ്കൗണ്ട് റിസീവ്ഡിൻ്റെ എമൗണ്ട്. അതുപോലെ തന്നെ അടുത്ത ഡിസ്കൗണ്ട് അലൗഡ് പറയുന്നത് എക്സ്പെൻസാണ്, നമ്മൾ കൊടുത്തതാണ്. ഓക്കെ, കണ്ടോ? ഇതിലൊരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഡിസ്കൗണ്ട് എന്ന് മാത്രമാണെങ്കിൽ നമ്മൾ എന്താ മനസ്സിലാക്കുക? ഡിസ്കൗണ്ട് റിസീവ്ഡ് ഒന്നോ ഡിസ്കൗണ്ട് അലൗഡ് ഒന്നുമില്ല. റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് കിട്ടിയതാണ്, ഇൻകം ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറയുമ്പോൾ കൊടുത്തതാണ്, അപ്പോൾ എക്സ്പെൻസ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. നേരെ മറിച്ച് ഇവിടെ ഡിസ്കൗണ്ട് ഒന്ന് മാത്രം തന്നെന്ന് കരുതുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് കിട്ടിയതാണോ കൊടുത്തതാണോ എന്ന് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കാൻ ഡെബിറ്റിലാണ് എമൗണ്ട് വന്നതെങ്കിൽ അതെന്താണ്? അത് എക്സ്പെൻസാണ്. സാധാരണ അല്ല, അസറ്റും എക്സ്പെൻസുകൾ മാത്രമാണ് ഡെബിറ്റിൽ എമൗണ്ട് വരിക. അത് ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റിൽ വരുന്ന എമൗണ്ടുകളൊക്കെ ഐറ്റംസ് എന്തായിരിക്കും? ഒന്നെങ്കിൽ എന്താണ്, അസറ്റോ അല്ലെങ്കിൽ എക്സ്പെൻസോ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്രെഡിറ്റിൽ എന്താ വരിക? ലയബിലിറ്റിയും ഇൻകവും ആണ് എന്ത് ചെയ്യുക? എവിടെ വരുന്നത്? ക്രെഡിറ്റ് സൈഡിൽ വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് എന്ന് മാത്രം തന്നിട്ട് ക്രെഡിറ്റിൽ എമൗണ്ട് കൊടുത്താൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? അത് നമ്മുടെ ഇൻകം ആണെന്ന് മനസ്സിലാക്കണം. ക്രെഡിറ്റിലാണുള്ള എമൗണ്ട്. അതുപോലെ ഡിസ്കൗണ്ട് എന്ന് കൊടുത്തിട്ട് ഡെബിറ്റിലാണ് എമൗണ്ട് എങ്കിൽ നമ്മളത് മനസ്സിലാക്കണം, അത് എക്സ്പെൻസ് ആണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഒരു എക്സാമ്പിളാണ് റെൻറ്റ്. ഇപ്പോൾ റെൻ്റ് എന്ന് മാത്രം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സാധാരണഗതിയിൽ റെൻ്റ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് എക്സ്പെൻസ് ആണ്. പക്ഷേ ചിലപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കാം? റെൻ്റ് ഇങ്ങോട്ടും കിട്ടിക്കൂടെ? നമ്മുടെ ബിസിനസ്സിൻ്റെ ഒരു പോർഷൻ റെൻറ്റിന് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും? റെൻ്റ് ഇങ്ങോട്ടും കിട്ടാം അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റെൻ്റ് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റിലാണ് എമൗണ്ട് കൊടുത്തെങ്കിൽ എക്സ്പെൻസ് ആണ് തീർച്ചയായിട്ടും. പക്ഷേ റെൻ്റ് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റിലാണ് എമൗണ്ട് എങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? നമുക്ക് കിട്ടിയ റെൻ്റാണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഡെബിറ്റിൽ വരുമ്പോൾ എക്സ്പെൻസും ക്രെഡിറ്റിൽ വരുമ്പോൾ ഇൻകവും ആണ്. ഓക്കെ, അപ്പോൾ എല്ലാ എക്സ്പെൻസുകളും അസറ്റുകളാണ് ഡെബിറ്റിൽ എമൗണ്ട് വരിക. എല്ലാ എന്താ പറയുക, ഇൻകംസും ലയബിലിറ്റീസാണ് അവിടെ വരിക, ക്രെഡിറ്റിൽ വരിക. അതൊന്ന് ഓർത്ത് വയ്ക്കുക. ശരി, ഇനി അടുത്ത ഐറ്റം എന്താ? ഇതിവിടെ എഴുതിയോ? ഡിസ്കൗണ്ട് അലൗഡ് എഴുതിയിട്ടുണ്ട് ഇല്ല? ഡിസ്കൗണ്ട് റിസീവ്ഡ് മാത്രമേ എഴുതിയുള്ളൂ. ഡിസ്കൗണ്ട് അലൗഡ് എഴുതണം. 430 ഡിസ്കൗണ്ട് അലൗഡ്. അപ്പോൾ ഡിസ്കൗണ്ട് അലൗഡ് എമൗണ്ട് എത്രയാണ്? ഡിസ്കൗണ്ട് അലൗഡിൻ്റെ എമൗണ്ട് 430. ഓക്കെ, അടുത്തെന്താ? വേജസ് എന്താ? യെസ്, കോമൺ എപ്പോഴും ചോദിക്കുന്ന ഐറ്റമാണ് വേജസ്, അല്ലെങ്കിൽ എപ്പോഴും കാണുന്ന ഐറ്റമാണ് വേജസ്. ഒരു സംശയം വേണ്ട, അതെന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് വേജ് അല്ലേ. എമൗണ്ട് എത്രയാണ്? ഇവിടെ എഴുതേണ്ടതാണ്, ട്രേഡിങ്ങിൻ്റെ ഡെബിറ്റ്സിൽ എഴുതേണ്ടതാണ്. വേജിൻ്റെ എമൗണ്ട് എത്രയാണ്? 16,200 വേജിൻ്റെ എമൗണ്ട്. അടുത്തത് അപ്പോൾ അത് ഐറ്റം എടുത്തു അല്ല. അപ്പോൾ നമ്മൾ ഓരോ ഐറ്റം എടുത്ത് പോകുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ എന്താണ് അത് എഴുതി കഴിഞ്ഞാൽ പിന്നെ അതിനെ കുറിച്ചിട്ട് ഓർക്കേണ്ട ആവശ്യമില്ല. അത് പിന്നെ നമ്മൾ വേറെ സ്ഥലത്ത് എഴുതേണ്ട ആവശ്യം വരില്ല. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞു. അപ്പോൾ അതിനാണ് ഞാൻ ഈ ഒരു ടീബിൽ തന്ന ഓർഡറിൽ ചെയ്തു പോണത്. ഓക്കെ, ശരി. അത് സൺട്രി ഡെപ്റ്റേഴ്സാണ്. പറയാൻ പറ്റുമോ എവിടെ വരുന്ന ഐറ്റാണ്? സൺട്രി ഡെപ്റ്റ് എന്ന് പറയുന്നത് കറണ്ട് അസറ്റാണ്. ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കറണ്ട് അസറ്റിൻ്റെ അണ്ടറിലാണ് സൺട്രി ഡെപ്റ്റേഴ്സ് വരിക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഫിക്സഡ് അസറ്റ് നമ്മൾ എഴുതിയിട്ടുണ്ട്. കുറച്ച് ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ വേറെ ഐറ്റം വരുമോ നമുക്ക് അറിയില്ലല്ലോ. അറിയില്ലേ നോക്കിയാൽ മതി. അത് ഞാൻ ജസ്റ്റ് അണ്ടർലൈൻ വിടുന്നു. ഞാനിവിടെ കറണ്ട് അസറ്റ് എന്ന് എഴുതുന്നു കേട്ടോ. കറണ്ട് അസറ്റ് എന്ന് ഹെഡ് കൊടുക്കുന്നു. അതിൻ്റെ അണ്ടറിൽ നമുക്ക് എന്ത് വരാം? കറണ്ട് അസറ്റിൻ്റെ അണ്ടറിൽ എന്ത് വരാം? സൺട്രി ഡെപ്റ്റേഴ്സ് കൊടുക്കാം. അതിൻ്റെ എമൗണ്ട് എത്രയാണ്? 41,000. അപ്പോൾ നമുക്കിവിടെ സൺട്രി ഡെപ്റ്റേഴ്സ് പറഞ്ഞിട്ട് 41,000 എഴുതാം. ഓക്കെ, അത് എഴുതി. അപ്പോൾ ആ ഐറ്റം എടുത്തു കഴിഞ്ഞു. അടുത്തെന്താ? സൺട്രി ക്രെഡിറ്റേഴ്സ്. എന്താണ്? സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് കറണ്ട് അസറ്റ് ആണെങ്കിൽ സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്
കറണ്ട് ലയബിലിറ്റിയാണ്. അത് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ നമുക്ക് ഇവിടെ ക്യാപിറ്റലൊക്കെ ഒന്ന് എഴുതാനുള്ള സ്ഥലം വേണം. നമുക്ക് ഇവിടെ എഴുതാം കറണ്ട് ലയബിലിറ്റി താഴെ കുറച്ച് സ്ഥലം വിടാം. കറണ്ട് ലയബിലിറ്റി എത്രയാണ്? സൺട്രി ക്രെഡിറ്റേഴ്സ് അല്ലേ? സൺട്രി ക്രെഡിറ്റേഴ്സ് എമൗണ്ട് എത്രയാണ്? സൺട്രി ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് 28,800 ഓക്കെ, 28,800. ഓക്കെ, ശരി. ഇനി അടുത്തത് കുമാർ മോഹൻസ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ എവിടെ എഴുതണ്ടായിട്ടാ? അതെ, ലയബിലിറ്റി സൈഡിൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ക്യാപിറ്റൽ എന്ന് കൊടുക്കാം അല്ലേ? ക്യാപിറ്റൽ നമ്മൾ പുറത്തേക്ക് എഴുതണല്ലേ, കാരണം ക്യാപിറ്റൽ നമ്മൾ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ കുറയ്ക്കണം. അതുപോലെ എന്താ പറയുക, നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ ആഡ് ചെയ്യണം, നെറ്റ് ലോസ് ആണെങ്കിൽ ലെസ് ചെയ്യണം, ഒക്കെ ചെയ്യാനുണ്ടോ. അതുകൊണ്ട് ക്യാപിറ്റൽ എമൗണ്ട് തൽക്കാലം ഉള്ളിലാണ് എഴുതുന്നത്. അങ്ങനെ എഴുതൽ തന്നെയാണ് നല്ലത്. 1,10,000 ക്യാപിറ്റൽ. അപ്പോൾ 1,10,000 രൂപ ഞാൻ എന്ത് ചെയ്തു? ഇന്നർ കോളത്തിൽ എഴുതി. ഓക്കെ, ശരി. ഇനി അടുത്തത് എന്താ? റെൻറ്റ് റേറ്റ് ആൻഡ് ടാക്സസ് 1430. എന്താണ് റെൻറ്റ് റേറ്റ് ആൻഡ് ടാക്സസ്? എന്താ? യെസ്, അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം, ഇവിടെ അല്ലേ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഇവിടെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് എഴുതാം ഡെബിറ്റ് സൈഡിൽ. ഓക്കെ, റെൻറ്റ് ഇറ്റ്സ് ആൻഡ് ടാക്സസ് എമൗണ്ട് എത്ര വരുന്നത്? 1430. 1430 റെൻറ്റ് റേറ്റ്സ് ആൻഡ് ടാക്സസ് വരുന്നത്. അടുത്ത അഡ്വർടൈസ്മെൻ്റ് ആണ്, പരസ്യം. അഡ്വർടൈസ്മെൻറ്റ് ഒരു സംശയമാണ്, നമുക്ക് എഴുതാം ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇപ്പോഴും എന്താ പറയുക, ഏതാണ് ഡയറക്റ്റ് എക്സ്പെൻസ്, ഏതാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, കറണ്ട് അസറ്റ് ഏതാ, കറണ്ട് ലയബിലിറ്റി ഏതാ, അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ് എന്താ, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ഇൻകംസ് എന്താണെന്നൊക്കെ സംശയമുള്ളവർ ഇതിന് മുന്നുള്ള വീഡിയോയിൽ കുറച്ച് ഐറ്റംസൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി ഐറ്റംസ് ഏതാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് എമൗണ്ട് എത്രയായിരുന്നു? 2,400 അഡ്വർടൈസ്മെൻറ്റ് എമൗണ്ട്. അത് എഴുതി. അപ്പോൾ അതും എടുത്തു കഴിഞ്ഞു. ഓക്കെ, ഇനി ക്യാഷ് ഇൻ ഹാൻഡ് ആണ്. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഡ്രോയിങ്സ്, ലോൺ ഫ്രം രാജേഷ്, കുറച്ച് ഐറ്റംസ് ഉള്ളൂ. ക്യാഷ് ഇൻ ഹാൻഡ് നമുക്ക് എവിടെ എഴുതാം? അത് അസറ്റ് സൈഡിൽ കറണ്ട് അസറ്റിൻ്റെ താഴെ എഴുതാം അല്ലേ? ക്യാഷ് ഇൻ ഹാൻഡ്. ക്യാഷ് ഇൻ ഹാൻഡ് എത്രയാണ്? 450. ക്യാഷ് ഇൻ ഹാൻഡ് 450. ക്യാഷ് അറ്റ് ബാങ്ക്, അതും എന്താണ്? അതും കറണ്ട് അസറ്റാണ്. ക്യാഷ് അറ്റ് ബാങ്ക്, ക്യാഷ് അറ്റ് ബാങ്ക് എത്രയാണ്? 2,500. ക്യാഷ് അറ്റ് ബാങ്ക് 2,500. ഇനി ഡ്രോയിങ്സ് ആണ്. ഡ്രോയിങ്സ് പറഞ്ഞാൽ എന്താ? അതെ, ക്യാപിറ്റലിൽ നിന്ന് കുറയ്ക്കേണ്ടതാണ്. ലെസ് ഡ്രോയിങ്സ്. നമ്മൾ ക്യാപിറ്റൽ 1,10,000 എഴുതിയിട്ടുണ്ടല്ലോ, നമുക്ക് എന്ത് ചെയ്യാം? ഡ്രോയിങ്സ് കുറയ്ക്കാം. ഡ്രോയിങ്സ് എത്രയാണ്? ഡ്രോയിങ്സിൻ്റെ എമൗണ്ട് 3,000. ഓക്കെ, അപ്പോൾ നമ്മൾ 1,10,000 3,000 കുറയ്ക്കുമ്പോൾ എന്ത് വരും? 30,000 ലേട്ടാ, 3,000. ഓക്കെ, 3,000 കുറയ്ക്കുമ്പോൾ എന്ത് വരും? അതെ, 1,07,000 വരിക അല്ലേ? 1,07,000 വരും. യെസ്, അപ്പോൾ അതും ഡ്രോയിങ്സ് എടുത്തു കഴിഞ്ഞു. ഇനി അടുത്ത് എന്താ? ലോൺ ഫ്രം രാജേഷ്. അത് 26,000. എന്താണ്? ലയബിലിറ്റിയാണ്. രാജേഷിൻ്റെ ലോൺ എടുത്താൽ നമുക്ക് തൽക്കാലം അത് കറണ്ട് ലയബിലിറ്റിയിൽ ചേർക്കാം. ലോൺ ഫ്രം രാജേഷ്. ഓക്കെ, ലോൺ ഫ്രം രാജേഷിൻ്റെ എമൗണ്ട് 26,000. അപ്പോൾ അതും നമ്മൾ എടുത്തു. ഇനി ട്രയൽ ബാലൻസിൻ്റെ താഴെ കണ്ടോ? ദ സ്റ്റോക്ക് ഓൺ 31st December 2018. കണ്ടോ? 31st December, അതെന്താ? ക്ലോസിംഗ് സ്റ്റോക്കാണ്. ടി വിയിൽ തന്നിരിക്കുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിരുന്നു അല്ലേ? 1st January 2008 ഓപ്പണിംഗ് സ്റ്റോക്ക്. ഇത് ക്ലോസിംഗ് സ്റ്റോക്കാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് 2 സ്ഥലത്ത് വരും. ഓക്കെ, അത് ശ്രദ്ധിക്കണം. എഴുതാൻ വിട്ടു പോകണതാണ് എല്ലാവരും എപ്പോഴും ശ്രദ്ധിക്കണം. ക്ലോസിംഗ് സ്റ്റോക്ക് എവിടെ വരും? അതെ, ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വരും. ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലേ? എമൗണ്ട് ക്ലോസിംഗ് സ്റ്റോക്ക് 30,000 വരിക. ക്ലോസിംഗ് സ്റ്റോക്ക് 30,000 ക്ലോസിംഗ് സ്റ്റോക്ക്. ഇനി അത് എവിടെ കൂടി വരും? അതെ, ഫിക്സഡ് അസറ്റ്, അസറ്റ് സൈഡിൽ കറണ്ട് അസറ്റിൻ്റെ താഴെ വരും ക്ലോസിംഗ് സ്റ്റോക്ക്. എമൗണ്ട് എത്രയാണ്? ഇവിടെ ആവശ്യമില്ലാത്ത കയറി പോകാൻ പറഞ്ഞത് 30,000. ഓക്കെ,
കണ്ടോ? അപ്പോൾ എല്ലാ ഐറ്റംസും എന്താണ് നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി ഒന്നും എടുക്കാനില്ല. ഓക്കെ, ഇനി ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? അക്കൗണ്ടിലൊക്കെ ഒന്ന് ബാലൻസ് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് ജസ്റ്റ് ബാലൻസ് ചെയ്യാം. ഇവിടെ എന്ത് വരും? ഇവിടെ ടോട്ടൽ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഇതാണ് ട്രേഡിങ്ങിൻ്റെ പോർഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് ബാലൻസ് ചെയ്യണം. രണ്ട് സൈഡും ആഡ് ചെയ്യാം. ഇത് 1,18,600 ആൻഡ് പിന്നെ 30,000 അല്ലേ? രണ്ടും ആഡ് ചെയ്യുമ്പോൾ ഇത് 1,48,600 വരിക. നമ്മൾ ആക്ച്വലി റഫായിട്ട് രണ്ട് ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ 1,48,600 വരിക. ഇത് ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 1,17,910 വരിക അത് ആഡ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ ഏത് കൂടിയ എമൗണ്ട് ഏതാ? അതായത് ഇത് ഈ സൈഡ് ആഡ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ആഡ് ചെയ്യും എല്ലാം കൂട്ടി ഔട്ട് ചെയ്യുമ്പോൾ 1,17,910 വരുന്നത്. ഈ ക്രെഡിറ്റ് സൈഡെല്ലാം ആഡ് ചെയ്യുമ്പോൾ 1,48,600 വരും അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഏതാണോ വലിയ എമൗണ്ട് വരുന്നത് രണ്ട് സൈഡിൽ എഴുതണം. ഇതാണല്ലോ എമൗണ്ട് വരുന്നത്, ഇതാണല്ലോ വലുത് വരുന്നത്. അപ്പോൾ 1,48,600 വലിയ സംഖ്യ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഇവിടെ എന്ത് വേണം? ബാലൻസ് വരും. ഇവിടെ ബാലൻസ് വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അതാണ് ബാലൻസ് വരിക. ബാലൻസിൻ്റെ എമൗണ്ട് വരിക 30,690. ഈ എമൗണ്ട് ആണെന്ത്? എന്താ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ഫോർമാറ്റ് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിനെ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? ഗ്രോസ് പ്രോഫിറ്റ്. ഓക്കെ, ബാലൻസ് ചെയ്ത് മനസ്സിലായല്ലോ? രണ്ട് സൈഡും കൂട്ടുക. റഫായിട്ട് ഏത് സൈഡാണോ കൂടുതൽ വരുന്നത് അത് രണ്ട് സൈഡിൽ എഴുതുക. കുറവ് വരുന്നിടത്ത് ബാലൻസ് വരും. ഇപ്പോഴത്തെ ബാലൻസിന് ഫിഗർ 30,690. അതാണ് ഇവിടുത്തെ ഗ്രോസ് പ്രോഫിറ്റ്. ഇനി ഇവിടെയാണ് ബാലൻസ് വരുന്നതെങ്കിൽ അത് ഗ്രോസ് ലോസ് ആയിരിക്കും. ഓക്കെ, പക്ഷേ ഈ കേസിൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. അത് പിടിക്കുന്നതിന് ക്യാരി ഫോർവേഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഗ്രോസ് ഇവിടെ നമുക്ക് C/D. ഓക്കെ, ഗ്രോസ് പ്രോഫിറ്റ് B/D 3,690 വരും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഇതുപോലെ തന്നെ അപ്പോൾ ട്രേഡിങ്ങിൻ്റെ പോർഷൻ കഴിഞ്ഞു. ട്രേഡിങ്ങിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടി. എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് ആണ് ട്രേഡിങ്ങിൻ്റെ റിസൾട്ട്. അത് കഴിഞ്ഞു. ഇനി സെക്കൻഡ് പോർഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോർഷനാണ് അല്ലേ? ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ രണ്ട് സൈഡ് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. ഇവിടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര വരിക? നമുക്ക് അവിടെ ആഡ് ചെയ്യുമ്പോൾ 31,325 വരിക. ഈ സൈഡ് ആഡ് ചെയ്യുമ്പോൾ ഇത് ഈ എല്ലാ നമ്പറും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 13,175. ഇതിലേതാ വലുത്? ഇതാണ് വലുത് അല്ലേ? ഓക്കെ, കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ക്രെഡിറ്റ് സൈഡ് ആഡ് ചെയ്യുമ്പോൾ അത് ഈ സൈഡ് ആഡ് ചെയ്യുമ്പോൾ ഈ എമൗണ്ടും ഡെബിറ്റ് സൈഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു എമൗണ്ടാണ് കിട്ടുക. രണ്ടിലും വലിയ എമൗണ്ട് ഇതാണ്. അത് പിടിക്കുക എഴുതുന്നത് എത്ര വരിക? അതെ, 3,1,325. അത് പിടിക്കെടുത്ത് എഴുതുക 3,1,325. ഓക്കെ, അപ്പോൾ ഇവിടെയാണല്ലോ കുറവ്. എത്ര കുറവ് വരും? ഇതിൻ്റെ ഡിഫറൻസ് നോക്കിയാൽ മതി. രണ്ടിൻ്റെ ഡിഫറൻസ് ആണ് ഇവിടെ ബാലൻസ് വരിക. അത് എത്രയാണ്? 18,150. ഓക്കെ, അപ്പോൾ ഇതാണെന്ത്? നെറ്റ് പ്രോഫിറ്റ്. ഇവിടെ ബാലൻസ് വന്നാൽ എന്താണ്? നെറ്റ് പ്രോഫിറ്റ്. ഇവിടെ ബാലൻസ് വന്നാലോ? നെറ്റ് ലോസ് ആണ്. ഓക്കെ, നമുക്ക് തൽക്കാലം നെറ്റ് പ്രോഫിറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, നെറ്റ് പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ എന്ത് കഴിഞ്ഞു? നമ്മുടെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സെയിൽ കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റ് നോക്കണം. ഓക്കെ, ബാലൻസ് ഷീറ്റിൽ നമ്മൾ ഇനി ഒറ്റ കാര്യം മാത്രമേ ചെയ്യാവുള്ളൂ. നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടല്ലോ. ഈ നെറ്റ് പ്രോഫിറ്റ് എന്ത് ചെയ്യണം? ഇതിൻ്റെ കൂടെ ക്യാപിറ്റലിൻ്റെ കൂടെ ഡ്രോയിങ്സ് കുറച്ചു അതിൽ നെറ്റ് പ്രോഫിറ്റ് എന്താണ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എത്ര വരിക? നെറ്റ് പ്രോഫിറ്റ് എന്ത് വരും? 18,150 വരും. അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ 1,25,150. 1,25,150 അത് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഓക്കെ, ഇത് ഈ 1,07,000 കൂടെ നെറ്റ് പ്രോഫിറ്റ് ആയിട്ടുള്ള 18,150 ആഡ് ചെയ്യുമ്പോൾ ഈ ഒരു എമൗണ്ട് കിട്ടും. ഇനി ഇത് നെറ്റ് ലോസ് ആയിട്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടത്? ആഡ് ചെയ്യാൻ പകരം എന്താ ചെയ്യേണ്ടത്? കൂട്ടുന്നതിന് പകരം ഇതിൽ നിന്ന് കുറച്ച് കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഇവിടെ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ആയതുകൊണ്ട് ആഡ് ചെയ്ത് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റിൻ്റെ രണ്ട് സൈഡും ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇവിടെ എന്തെല്ലാം എമൗണ്ട് ഉണ്ട്? 1,25,150 ഉണ്ട്, പിന്നെ 28,800 ഉണ്ട്, പിന്നെ 26,000 ഉണ്ട്. അതെല്ലാം കൂട്ടുമ്പോൾ നമുക്ക് 1,79,950 വരിക. ഇത് ഈ സൈഡ് കൂട്ടുമ്പോൾ, ലയബിലിറ്റി സൈഡ് കൂട്ടുമ്പോൾ അത് കിട്ടും. ഇനി ഇവിടെ നിന്ന് ആഡ് ചെയ്ത് നോക്കി നോക്കൂ. 45,000, പിന്നെ 55,000, പിന്നെ 6,000, പിന്നെയോ
41,000. ഇവിടെ ഒരു 0 കൂടുതലാണ് കേട്ടോ. 41,000. ഓക്കെ, 450, 2,500, പിന്നെ എത്ര, 30,000. ഓക്കെ, ശരി. അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതേ എമൗണ്ട് കിട്ടും. ഇത് ഈ ലയബിലിറ്റി സൈഡിൽ കിട്ടിയ അതേ എമൗണ്ട് തന്നെ ഇവിടെയും കിട്ടും. 1,79,950 കിട്ടും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ലയബിലിറ്റി സൈഡും അസറ്റ് സൈഡിലെ എമൗണ്ട് എന്താണ്, സെയിമായി. ഇങ്ങനെ സെയിമായിട്ട് വരും. അപ്പോൾ നമുക്ക് ടാലി എന്ന് പറയാം. ഇങ്ങനെയാണ് ഒരു പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ ഒരു ട്രയൽ ബാലൻസ് തന്നിട്ട് അത് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കണം. ഓക്കെ, അപ്പോൾ അത് തയ്യാറാക്കാൻ ഇതിൽ പ്രത്യേകിച്ച് ഒരു പണിയില്ല. നമുക്കൊന്ന് ഫോർമാറ്റ് അറിഞ്ഞിരിക്കണം. പിന്നെ ഈ TBയിൽ തന്നിരിക്കുന്ന ട്രയൽ ബാലൻസിൽ തന്നിരിക്കുന്ന ഓരോ ഐറ്റംസും എവിടൊക്കെ എഴുതണമെന്നും അറിയണം. പിന്നെ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ആഡ് ചെയ്യുക, ബാലൻസ് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം, എമൗണ്ടുകളൊക്കെ എന്ത് ചെയ്യുക, മാറാതിരിക്കുക, തെറ്റാതിരിക്കുക. ഞാനിവിടെ തന്നെ ഇവിടെ എന്താണ് ഒരു 0 കൂടുതലായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനത്തെ മിസ്റ്റേക്കുകളൊക്കെ വരുത്താതിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവസാനം ആഡ് ചെയ്യുമ്പോൾ തെറ്റിപ്പോകും. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മുഴുവൻ മാർക്കും വാങ്ങാൻ പറ്റും. പക്ഷേ ഇതിൽ നമുക്ക് ഇങ്ങനത്തെ TV തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല സാധാരണ ചോദിക്കുക, വിത്ത് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ചോദിക്കുക. അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ അടുത്ത ക്ലാസ്സിൽ പറയാം. ഓരോന്നായിട്ട് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ട്. ഒരു ഐറ്റംസ് വെച്ച് ഞാൻ പറയാം. ഞാനിപ്പോൾ ആദ്യം ഫോർമാറ്റ് എന്താ പറഞ്ഞു, പിന്നെ അതിൻ്റെ ഐറ്റംസുകൾ പറഞ്ഞു. അതിൽ വരുന്നത് അത് വെച്ച് എന്താണ് ബേസിക് ആയിട്ടൊരു പ്രോബ്ലം ചെയ്തെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട് ഇനി അടുത്ത വീഡിയോകളിലായിട്ട് ഇതിൻ്റെ പ്രോബ്ലം തന്നെ ഓക്കെ വിത്ത് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യാം. ആദ്യം അഡ്ജസ്റ്റ്മെൻറ്റുകൾ പഠിക്കണം, അതിന് ശേഷം ചെയ്യാം. ഓക്കെ, താങ്ക് യു.